വന്നിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ചമര എന്ന് പറഞ്ഞിട്ട് ജാതി ഉണ്ട് ഉത്തരേന്ത്യയിൽ, പ്രത്യേകിച്ച് ഈ ഋഷികേശ് ഭാഗങ്ങളിലൊക്കെ. അവർക്ക് ഈ ജോലിയാണത്രേ, ഈ തോട്ടിപ്പണി ചെയ്യുക പറയില്ലേ, അവരിത് മാത്രമേ ചെയ്യുള്ളൂ. എന്നിട്ട് അതിൻ്റെ ക്രൂരത അതല്ല, അവർ തൊട്ട സാധനങ്ങൾ മറ്റുള്ളവർ തൊഴും കൂടി ഇല്ല. ഇതൊക്കെ ഹിന്ദു സംസ്കാരത്തിൽ വന്നത്, ഒരു കാലഘട്ടത്തിൽ വന്നതിനെ ഇന്നും അത് നിലനിൽക്കുന്നുവെങ്കിൽ അതിനെ മാറ്റിയെടുക്കേണ്ട സമയമായിട്ടില്ലേ? ഉണ്ടോ ഇല്ലയോ? നോക്കൂ, നമ്മൾ ഭഗവത്ഗീതയൊക്കെ ഉൾക്കൊള്ളേണ്ടതല്ലേ, ഗീതയും ഭാഗവതമൊക്കെ ഉൾക്കൊള്ളേണ്ടതല്ലേ? പറയുന്നത് ജന്മത്തിനെ അല്ല പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്, സ്വഭാവത്തിനാണെങ്കിൽ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനുമാവുന്നത് ജന്മം കൊണ്ടല്ല, ഓരോരുത്തരുടെയും സ്വഭാവം കൊണ്ട്. ഗുണകർമ്മ വിഭാഗശ. രാമായണത്തിലൊരു വളരെ രസകരമായൊരു ഭാഗമുണ്ട്. അവിടെ ഹനുമാൻ സ്വാമി, വിഭീഷണൻ വരും അവിടെ അഭയം തേടിക്കൊണ്ട്. അപ്പോൾ വിഭീഷണൻ വരുന്ന സമയത്ത് കൊണ്ടുപോകും. കുരങ്ങന്മാർ പറയും ശത്രുവിൻ്റെ സഹോദരനാണ്, ഇവരെ കൊല്ലണം എന്നൊക്കെ. സുഗ്രീവൻ പോലും വിഭീഷണനെതിരാവും. അപ്പോഴാണ് ഹനുമാൻ സ്വാമി പറയുന്നത്, ശ്രീരാമസ്വാമിയോടും സുഗ്രീവനോടും ഹനുമാൻ സ്വാമി പറയുന്നതാണ്, ഒരാളെ നമ്മൾ നല്ലവനെന്നും ചീത്തവനെന്നും നിശ്ചയിക്കേണ്ടത് ഓരോരുത്തരുടെ ജാതിനാമാദികളല്ല, ഗുണമെന്നത്രേ. ഗുണം നോക്കണം. ഇതാണത്രേ മഹാത്മാക്കളുടെ മതം എന്നാണ്. ഒരാളുടെ ജനിച്ച കുലവും അതൊന്നല്ല നോക്കേണ്ടത്, ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഗുണമാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കത് ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. നമ്മൾ ഈ ലോകത്തിൽ നിന്ന് ഇപ്പം നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു വലിയ പ്രശ്നം ജാതിയാണെങ്കിൽ അതിൽ നിന്നൊക്കെ നമ്മുടെ ആളുകളുടെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരാൻ, അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ സംസ്കാരത്തിലേക്ക് നമുക്ക് ലോകത്തെ കൊണ്ടുവരാൻ സാധിക്കണം. ഒരു ഇതായിരുന്നു കുട്ടിയുടെ മറുപടി, അതായത് ജാതികൾ എടുത്ത് മാറ്റണമെന്ന്. നമ്മുടെ മനസ്സിൽ നിന്ന് ആദ്യം എടുത്ത് മാറ്റണം, എന്നാലേ നമുക്ക് ഉയരാൻ സാധിക്കുള്ളൂ. കേരളം എത്രയോ അക്കാര്യത്തിൽ ഉയർന്നതാണ് മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാൾ, യാതൊരു സംശയമില്ല. വളരെ മാറ്റം നമ്മുടെ കേരളത്തിലുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം ഒരു കുട്ടി പറഞ്ഞത്, അത് വളരെ ചിന്തനീയമായിരുന്നു. ആ കുട്ടി പറഞ്ഞത് ഏറ്റവും വലിയ ഒഫൻസ്, കുറ്റം കറപ്ഷനാണെന്നാണ്. ഏറ്റവും വലിയ ഒരു രാഷ്ട്രത്തിൻ്റെ ഒഫൻസ് കറപ്ഷനാണ്. കറപ്ഷൻ ഉള്ളത് കൊണ്ടാണ് ഇവിടെ മറ്റ് മഹാവൃത്തികേടുകളൊക്കെ നടക്കുന്നത്. നോക്കൂ, നമ്മളൊക്കെ ഒരു ചിന്തനത്തിലേക്ക് വരണം. ഒരു സിംഗപ്പൂർ ഞാൻ പോയ സമയത്ത് എനിക്കൊരു അനുഭവം എന്താ വെച്ചാൽ, അവിടുത്തെ ഈ സിസ്റ്റങ്ങളുണ്ടല്ലോ, അവിടെ ഓരോ ഏരിയകളിലാണ് മിനിസ്റ്റർമാർ. ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് അവർ ചിന്തിക്കുക. ഓരോ ആഴ്ചകളിലും മിനിസ്റ്റർമാരിരിക്കണം, പ്രശ്നങ്ങളുള്ളവർ അവർ വരണം, എന്നിട്ട് ചർച്ച ചെയ്യണം. ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇരുന്നിട്ട്, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വലുതും ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ? ആരെങ്കിലും ചോദിക്കാറുണ്ടോ നമ്മുടെ പ്രശ്നങ്ങൾ? പിന്നെ മൂന്നാമത്തെ ഒരു ചിന്തനം ഒരു കുട്ടി പറഞ്ഞത്, അതും വളരെ ചിന്തനീയമാണ്. അതായത് എല്ലാ മതസ്ഥാപനങ്ങളും ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലാവണമെന്ന്. ഒരു മതത്തിൻ്റെ മാത്രം സ്ഥാപനം ഗവൺമെൻറ്റിൻ്റെ കയ്യിലാകുമ്പോഴാണ് പ്രശ്നങ്ങളുള്ളത്. എല്ലാം ഗവൺമെൻറ്റിൻ്റെ അടുത്ത്. ഫണ്ട് കൈകാര്യം ചെയ്യേണ്ടത് ഗവൺമെൻറ്റാണെന്ന്. കുട്ടികളുടെ ഇടയിൽ ഇങ്ങനെയൊക്കെ ചിന്ത വരണമെങ്കിൽ എത്രത്തോളം അവർ ഉയർന്ന് ചിന്തിക്കണമെന്നുള്ളത്. കമ്മ്യൂണിസത്തിനാണിത് കുറേ സാധിക്കുക, കാരണം അവർക്കാണ് സോഷ്യൽ സമീപനം ഉള്ളത്. എന്നാൽ ഇന്ത്യയിലൊന്നും ഇത് സാധിക്കാത്ത വിധത്തിൽ കാര്യങ്ങളാക്കി മാറ്റി. മനുഷ്യനെ ഒന്നിപ്പിക്കുന്നതിന് പകരം വിഘടിപ്പിക്കാനാണ് ഇന്നത്തെ രാഷ്ട്രീയക്കാർക്ക് സാധിച്ചിട്ടുള്ളത്. മതം കൊണ്ടും ജാതി കൊണ്ടും എല്ലാം വിഘടിപ്പിച്ചിരിക്കുകയാണ്. നാലാമത്തൊരു കാര്യം വളരെ ചിന്തനീയമായിട്ട് വേറൊരു കുട്ടി പറഞ്ഞിരിക്കുന്നത്, എല്ലാവർക്കും ഒരു വിദ്യാഭ്യാസം മതി. ഒരു നല്ല വിദ്യാഭ്യാസം, താഴ്ന്ന വിദ്യാഭ്യാസം വേണ്ട, എല്ലാവർക്കും ഒരു വിദ്യാഭ്യാസം. അങ്ങനെയൊക്കെ തന്നെ എല്ലാ സ്റ്റേറ്റിലും പോകാൻ എല്ലാവർക്കും സാധിക്കും. എല്ലാ ഭാഷയും കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഇന്നിപ്പോൾ കേരളത്തിലൊരു കുട്ടി മറ്റുള്ള സ്റ്റേറ്റിൽ വന്നാലുണ്ടല്ലോ, അവന് ഹിന്ദിയോ മറ്റുള്ള ഭാഷയോ അറിയില്ലെങ്കിൽ അവൻ പെട്ടു. ഭാഷ വലിയൊരു പ്രശ്നമാണ് കമ്മ്യൂണിക്കേഷൻ്റെ. മിക്കവാറും നമ്മൾ കേരളത്തിലുള്ള ആളുകൾക്ക് മുന്നോട്ട് പോകാൻ, മറ്റുള്ള സ്റ്റേറ്റുകളിലേക്ക് പോകാൻ തടസ്സം സൃഷ്ടിക്കുന്നത് ഭാഷയായിരുന്നു. കാരണം അവർക്ക് നോർത്ത് ഇന്ത്യയിൽ ഇപ്പോഴും നോർത്ത് ഇന്ത്യൻ ലോബി, സൗത്ത് ഇന്ത്യൻ ലോബി വളരെ വ്യത്യാസമുണ്ട്. ഇതൊക്കെ വിദ്യാഭ്യാസം കൊണ്ട് മാറ്റിയെടുക്കേണ്ടതാണ് ഈ ചിന്തനങ്ങളൊക്കെ. പിന്നെ മറ്റൊന്നാണ്, ആത്മീയ സംസ്കാരം എല്ലാവരിലും നിർബന്ധമായിട്ട് വളർത്തിയെടുക്കണം. കാരണം ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് ആത്മീയ സംസ്കാരമാണ്. നിയമം കൊണ്ടല്ല മനസ്സ് മാറ്റേണ്ടത്, ആത്മീയത കൊണ്ട് വേണം സംസ്കാരം മാറ്റാൻ. ഈ ഒരു സംസ്കാരം ഉണ്ടാവണമെങ്കിൽ ഗീതയിലെയും ബൈബിളിലെയും ഖുറാനിലെയൊക്കെ നല്ല കഥകളും നല്ല തത്വങ്ങളും കുട്ടിക്കാലത്തെ കുട്ടികളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സമ്പ്രദായം ഉണ്ടെങ്കിലുണ്ടല്ലോ, ഒരിക്കലും നമ്മുടെ സമൂഹം വഴിതെറ്റില്ല എന്ന് പറയുന്നത് ശരിയല്ലേ? ഇത് ഈ രീതിയിലൊക്കെ നമ്മൾ രാഷ്ട്രീയം മാറ്റിയെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് ആരെപ്പോലുള്ള രാജാക്കന്മാരുണ്ടാവും? വേനനെ പോലുള്ള രാജാക്കന്മാർ, തനിക്കും മറ്റുള്ളവർക്കും ദ്രോഹമുണ്ടാക്കുന്ന രാജാക്കന്മാർ. രാജൻ അസാധ്വമാത്തേഭ്യ ചോരാദിഭ്യ പ്രജാ നൃപ
രക്ഷൻ യഥാ ബലിം ഗൃണ്ണൻ ഇഹ പ്രേത്യജമോധതേ യസ്യ രാഷ്ട്രേ പുരേ ചൈവ ഭഗവാൻ യജ്ഞപൂരുഷാം യുജ്യതേ സ്വേന ധർമ്മേണ ജനേ വർണ്ണാശ്രമാന്വിധേ. രാജൻ, ഒരു രാജാവിൻ്റെ ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നത് തൻ്റെ പ്രജകളെ സംരക്ഷിക്കുക, പ്രജകൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക. രക്ഷൻ യഥാ ബലിം, എന്താണോ കിട്ടുന്നത് അത് ജനങ്ങൾക്ക് പങ്കുവെച്ചുകൊണ്ടിരിക്കണം എന്ന് മാത്രമല്ല, ഭഗവാനാകുന്നൊരു ശക്തിയുടെ ഒരു സഹായം കൊണ്ടാണ് ഇതൊക്കെ നിൽക്കുന്നതെങ്കിൽ നല്ലൊരു സംസ്കാരം ഇവിടെ പ്രചരിപ്പിക്കണം രാജൻ. എന്നിട്ട് പറഞ്ഞു, തസ്മിൻ തുഷ്ടേ കിമപ്രാപ്യം ജഗദാമീശ്വരേശ്വരേ ലോകസഭാലഖ്യേതസ്മൈ ഹരന്ധീ ഫലിമാദ്രതാം. രാജൻ, ഭഗവാന്റെ ഒരു കാരുണ്യം കൊണ്ടാണ് ജഗദാമീശ്വരേശ്വരേ ഈ പ്രപഞ്ച വ്യവസ്ഥ കൂട്ടി നിൽക്കുന്നതെങ്കിൽ രാജാവും ഒരു ഈശ്വരനെ പോലെയാണ്. ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് പ്രകൃതി ചേർന്ന് നിൽക്കുന്നത് പോലെ രാജാവിൻ്റെ സാന്നിധ്യം കൊണ്ട് വേണം പ്രജകളെല്ലാം ചേർന്ന് നിൽക്കാൻ. എത്ര നല്ലൊരു ഉദാഹരണമാണ് നോക്കൂ, അല്ലേ? ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടാണ് നമ്മളും ജീവജാലങ്ങളും എല്ലാം ചേർന്ന് നിൽക്കുന്നതെങ്കിൽ ഇനി രാജാവിൻ്റെ സഹായം കൊണ്ട് വേണം പ്രജകളൊക്കെ ചേർന്ന് ഐക്യത്തോടുകൂടി ഒത്തൊരുമയോടുകൂടി പോവാൻ. ഇത് രാജാവാണ് നേതൃത്വം കൊടുക്കേണ്ടത്. അങ്ങനെയുള്ളൊരു രാജാവായി തീരണം. അതുകൊണ്ട് ബാലിശാബദയൂയം വാ അധർമ്മേ ധർമ്മമാനിതാം യേ വൃത്തിദം പതിം ഹിത്വാ ജാരം പതിമുപാസതേ. അങ്ങ് അധർമ്മത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അങ്ങേയും അതുപോലെ തന്നെ രാഷ്ട്രത്തെയും നശിപ്പിക്കും. ഭർത്താവിനെ വിട്ട് അന്യപുരുഷനെ സേവിക്കുന്ന ഭാര്യയെപ്പോലെയാവും. കോ യജ്ഞപുരുഷോ നാമ എത്രവോ ഭക്തിരീദൃശി ഭർത്തസ്നേഹവിദൂരാണം യഥാചാരേ കുയോഷിതം തസ്മാന്മാം കർമ്മവിപ്രായ യജദ്വം ഗതമത്സര. അതുകൊണ്ട് രാജൻ ഇങ്ങനെയൊക്കെ മാറണമെന്ന് പറഞ്ഞപ്പം രാജാവ് ഭയങ്കര കോപിഷ്ഠനായി. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സൊക്കെ അങ്ങോട്ട് മാറി. അദ്ദേഹം പറയാണ്, നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾ പറയുന്നത് പോലെ രാജ്യം ഭരിക്കാനുള്ളവനാണോ ഞാൻ? ഇവിടെ ഒരു രാജാവ് എന്ന് പറയുന്നത് തന്നെയാണ് ഈശ്വരൻ. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ബാലിശാബദയൂയം വ അധർമ്മേ ധർമ്മമാനിത. ഞാൻ അധർമ്മത്തെ കൈവരിക്കുന്നു കൊണ്ടു നടക്കണമെന്നാണോ? നിങ്ങൾ എന്നെ തെറ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുകയാണ്. ഞാൻ ചെയ്യുന്നതാണ് ശരി, നിങ്ങൾ എന്നെ ഉപദേശിക്കുന്നും വേണ്ട. അവജാനന്തിമീ മൂഢ നൃഭരൂപണമീശ്വരം. നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നില്ലേ ഞാനാണ് ഈശ്വരൻ എന്നുള്ളത്? ഇവിടെ ഞാനല്ലാത്തൊരു ഈശ്വരനാരുണ്ട്? ഞാൻ പറഞ്ഞത് അനുസരിക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്, എന്നെ ഇങ്ങോട്ട് ഉപദേശിക്കാനല്ല എന്നൊക്കെ പറഞ്ഞ് ആ മഹാത്മാക്കളുടെ നേരൊരു ചാട്ടം. അപ്പം അവർക്ക് മനസ്സിലായി ഇവൻ ഇനി വെച്ചിരുന്നാൽ ശരിയാവില്ല. കാരണം ഇനിയും ഇവിടെ ജീവിച്ചു കഴിഞ്ഞാൽ ഇവൻ ഈ ഭൂമിക്കൊരു ഭാരമായിത്തീരുന്നു. ഹന്യതാമേഷ പാപപ്രകൃതിദാരുണ ജീവൻ ഗതസവാശു കുരുതേ ഭസ്മഫൽ ധ്രുവം. ഇവനെ നമുക്ക് വധിക്കണം എന്ന്. അങ്ങനെ മഹാത്മാക്കൾ വെറുത്തുകൊണ്ട് ശപിച്ചുകൊണ്ട് ഇയാളെ ശപിച്ചുകൊണ്ട് കൊല്ലുകയാണ്. അങ്ങനെ മഹാത്മാക്കളുടെ ശാപം കൊണ്ട് മരിച്ച ആളാണ് ആര്? വേനൻ. ഇന്നത്തെ ഉള്ളവർ അങ്ങനെയും പോവില്ല, അത്രയും തൊലിക്കെട്ടിയുള്ളവരും ഉണ്ട്. ആ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകതയെ ഈ വേനനെ പറഞ്ഞിട്ടും മനസ്സിലാവാത്ത വേനനെ അവരെല്ലാവരും കൂടെ ശപിച്ചു കൊന്നു. ഇവൻ ഇന്ന് നേരെയാവില്ല. അതിനുശേഷവും ഇവിടെ രാജ്യത്തിൽ രാജാക്കന്മാരില്ലാതെ വന്നു, അനാഥമായി രാജ്യം. ഇനി എന്തു ചെയ്യും? അപ്പം ഇവൻ്റെ അമ്മ ഒരു പണി ചെയ്തു. ഈജിപ്തിൽ മമ്മികളൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പുള്ളതാണ് ഭാഗവതം. പിന്നെ പത്രത്തിൽ വായിച്ചപ്പോൾ ഒരു മമ്മി എടുത്തിട്ട് അവർ സ്കാൻ ചെയ്തു എന്നൊക്കെയാണ്. 3000 പഴക്കമുള്ളത്. അപ്പം ഇവിടെ എണ്ണത്തോണിയിലിട്ട് വെച്ചു എന്നാണ്. അതായത് ഒരു പ്രത്യേക കൂട്ടം എണ്ണയും മറ്റുള്ള മരുന്നുകളൊക്കെ ഉണ്ട് അത്രേ. അതിൽ ബോഡി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ജീവൻ വിട്ടുപോവില്ല എന്നാണ് പറയുന്നത്. മനസ്സ് വിട്ടുപോവും, ശ്വാസം പോവും, പക്ഷേ ജീവൻ പരിപൂർണമായി വിട്ടുപോവില്ല. അങ്ങനെ ഒരു സമ്പ്രദായം ഭാരതത്തിലുണ്ടായിരുന്നു എന്നാണ്. ശരീരത്തെ അങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കാൻ സാധിക്കുമായിരുന്നു അത്രേ പണ്ടുള്ളവർക്ക്. എണ്ണത്തോണിയിൽ ദശരഥ മഹാരാജാവിൻ്റെ ശരീരം എണ്ണത്തോണിയിലിട്ട് വെച്ചു എന്നാണ്. അങ്ങനെയൊക്കെയുള്ള ചില കഥകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും അങ്ങനെ അമ്മ എടുത്തു വെച്ചു. എന്നിട്ടോ ഈ മഹാത്മാക്കൾ ഇരിക്കുമ്പം ഇവിടെ ലോകത്തിലാണെങ്കിലോ ഒരുപാട് ക്രൂരന്മാർ കൂടി വന്നു. കാരണം രാജാവ് പോയതോടുകൂടി ഈ മഹാത്മാക്കൾ ചിന്തിക്കുകയാണ്, ബ്രാഹ്മണ സമദൃശ്യാന്തോ ദീനാനം സംവേക്ഷകാം സ്രവതേ ബ്രഹ്മദസ്യാഭി ഭിന്നമണ്ഡൽപയോ യഥാ. നമ്മൾ മഹാത്മാക്കളായിട്ട് സജ്ജനങ്ങളായിട്ട് ഈ ജനങ്ങളെ നമ്മൾ സഹായിച്ചിട്ടില്ലെങ്കിൽ ദീനാനാം സമുപേക്ഷക സ്രവതേ ബ്രഹ്മദസ്യാഭി, നമ്മുടെ തപസ്സിനൊക്കെ എന്ത് ശക്തിയുണ്ട്. ഭിന്നമാണ്ടൽപയോ യഥാ,
ഒരു കുടത്തിൽ നിന്നും വെള്ളം ചോർന്നു പോകുന്നത് പോലെ നമ്മുടെ ആത്മീയ സംസ്കാരങ്ങളൊക്കെ, ആത്മീയ ശക്തികളൊക്കെ ചോർന്നു പോകും. അതുകൊണ്ട് ദീനന്മാരെ സഹായിക്കണം. ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണേ. അതായത് സജ്ജനങ്ങൾ വേണം മറ്റുള്ളവരെ സഹായിക്കാൻ. സജ്ജനങ്ങൾ ഒരിക്കലും കൈവിടരുത്. ആത്മീയത എന്ന് പറയുന്നത് മാറി നിൽക്കുന്നതല്ല. ആത്മീയത എന്ന് പറയുന്നത് മറ്റുള്ളവരെ പോലും സഹായിക്കുകയാണ്, ഉയരാൻ സഹായിക്കലാണ്. അപ്പം നമ്മളിങ്ങനെ മാറി നിന്നാൽ പറ്റുമോ? അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവൻ്റെ ശരീരത്തിൽ നിന്ന് നമുക്കൊരു രൂപത്തെ എടുക്കണം എന്ന് പറഞ്ഞവർ വിനിശ്ചിതൈവംശയോ വിപന്നസ്യ മഹീപതേ മമന്തുരും തരസ തത്രാസിൽ ബാഹുഗോന്നര. അങ്ങനെ ഇവൻ്റെ ശരീരത്തെ പുറത്തെടുത്തു. അങ്ങനെ ആദ്യമായി ക്ലോണിങ് ചെയ്യുകയാണ്. ലോകത്തിൽ ആദ്യം ക്ലോണിങ് ചെയ്തത് ഇവരാണ്. അതിനുശേഷമാണ് ധൃതരാഷ്ട്രം പാർട്ടിയൊക്കെ വരുന്നത്. ഗാന്ധാരിയുടെ ശരീരത്തിൽ നിന്ന് മാംസപിണ്ഡം വന്നിട്ട് മുറിച്ചു വെച്ചിട്ട് കുറേ കുട്ടികൾ വന്നല്ലോ. അതിനു മുമ്പ് ആദ്യം ചെയ്തത് വേനൻ്റെ ശരീരത്തെയാണ്. ആദ്യം തുടകളെ കടഞ്ഞെടുത്തു എന്നാണ്. അതിൽ നിന്നും വന്നൊരു രൂപം കാകകൃഷ്ണോദി ഹ്രസ്വാംഗോ ഹ്രസ്വബാഹുർമഹാഹനോ ഹ്രസ്വാപാ നിഗ്നനാസാഗ്രോ രക്താക്ഷത്ര മൂർധജ. ഒരു കറുത്ത രൂപത്തിൽ ഉയരം കുറഞ്ഞിട്ടൊരു ബീബൽസ രൂപം. അപ്പം അവനോട് പറഞ്ഞു നിഷേധേതി ഭ്രുവൻ താത സ നിഷാദസ്തോപവൽ. അവൻ്റെ പേര് നിഷാദൻ എന്നായി. അപ്പം തുടകൾ കടഞ്ഞെടുത്തപ്പോൾ വേനൻ കൂട്ടിയ ആ പാപങ്ങളുടെയൊക്കെ ശക്തി, അല്ലെങ്കിൽ അവൻ്റെ ദുഷിച്ച സംസ്കാരങ്ങളൊക്കെ ആരിലേക്ക് വന്നു? ഈ കാട്ടാളനിലേക്ക് വന്നു. അവർ കാട്ടാള വംശരായി ഈ മൃഗങ്ങളെ തിന്നുന്നതും മനുഷ്യരെ പിടിച്ച് തിന്നുന്നതും ഒക്കെ ആയിട്ടുള്ള ക്രൂര സംസ്കാരങ്ങളായിട്ട് പോയി. എന്നിട്ടും ഇവിടെ നല്ലൊരു സംസ്കാരമുള്ള ഒരാളെ കിട്ടിയിട്ടില്ല. അപ്പം ഇനി എന്ത് ചെയ്യണം? അവൻ്റെ കൈകളെ കടഞ്ഞു എന്നാണ്. അതതസ്യ പുനർവിപ്രേ അപൃത്തസ്യ മഹൈപദേ ബാഹുഭ്യാം മധ്യമാനാഭ്യം മിഥുനം സമപദ്ധ്യതാം തൽ ദൃഷ്ട്വാ മിഥുനം ജാതം ഋഷയോ ബ്രഹ്മവാദിനാം ഊജു പരമസന്തുഷ്ട വിദിത്വാ ഭഗവത്കലം. അങ്ങനെ കൈകൾ കടഞ്ഞെടുത്തപ്പോൾ ഭഗവാന്റെ അംശത്തോടു കൂടിയിട്ട് മിഥുനം എന്ന് പറഞ്ഞാൽ രണ്ടുപേര്, ഒരാണും ഒരു പെണ്ണും പ്രകടമായി എന്നാണ്. അങ്ങനെ വേനൻ്റെ തുടകൾ കടഞ്ഞെടുത്തപ്പോൾ കാട്ടാളവംശവും വേനൻ്റെ കൈകൾ കടഞ്ഞെടുത്തപ്പോൾ ഒരു ഈശ്വരീയമായ രൂപത്തോടുകൂടിയ രണ്ടുപേരും. അതായത് പ്രകൃതിയിൽ എപ്പോഴും നെഗറ്റീവ് എനർജി താഴെയായിരിക്കും, പോസിറ്റീവ് എനർജി മുകളിലായിരിക്കും. എല്ലാ മനുഷ്യ മനസ്സിലും എല്ലാ ശരീരത്തിലും പോസിറ്റീവുമുണ്ട്, നെഗറ്റീവുമുണ്ട്. നാം വിവേകത്തോടുകൂടി ചിന്തിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ നമ്മളിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പോസിറ്റീവാണ്. ഇത് നമ്മുടെ മനസ്സിന് സൃഷ്ടിക്കാൻ സാധിക്കും. നമ്മളെപ്പോഴും പരാതികളും ദുഃഖങ്ങളും വിഷമങ്ങളും കുറ്റങ്ങളും കുറവുകളും മാത്രമേ കാണുന്നുള്ളൂ എങ്കിലോ നമ്മുടെ സ്വഭാവം നെഗറ്റീവ് സ്വഭാവം തന്നെയായിരിക്കും. അത് മൃഗസംസ്കാരമാണ്. മൃഗങ്ങളുടെ സ്വഭാവം തന്നെ നമ്മളിലേക്ക് വരും. ഇന്നാണെങ്കിൽ ആളുകൾക്ക് മനുഷ്യനേക്കാൾ സ്നേഹം മൃഗത്തോടായി വരികയാണ്. കാലം അങ്ങനെയായി കഴിഞ്ഞു. ഈ മഹാത്മാക്കൾ ഒരു കൈകൾ കടഞ്ഞെടുത്തിട്ട് ആ പോസിറ്റീവ് എനർജിയിൽ നിന്നും ഉണ്ടാക്കിയവനാണ് ആര്? പൃഥു മഹാരാജാവ്. അദ്ദേഹത്തിന് പേര് കൊടുക്കുന്നത് അയം തു പ്രഥമോ രാജ്ഞാം പുമാൻ പ്രദയിതാശയ പ്രയിതാശ പൃഥുർന മഹാരാജോ ഭവിഷ്യതി പൃഥുസ്രവ ഇയം ച സുദതീ ദേവി ഗുണഭൂഷണഭൂഷണ അർച്ചിത് നാമ വരാരോഹോ പൃഥുമേവാവരുന്ധതി. ഇദ്ദേഹത്തിന് പൃഥു എന്ന് പേര് കൊടുത്തു. അങ്ങനെ ഭാരതത്തിലെ ആദ്യത്തെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിയായി മാറി ആര്? പൃഥു. അദ്ദേഹത്തിൻ്റെ ഭാര്യ അർച്ചിസ് എന്ന് പറയുന്ന ദേവി. ഇവർ രണ്ടുപേരും വിവാഹം കഴിക്കുകയാണ്. ഇനി ഇവരുടെ ആ കഥകളിലേക്ക് കടക്കുന്നു. 15-ാം അധ്യായത്തിൽ ഇവർ രണ്ടുപേരും രാജ്യം ഭരിക്കാനുള്ള തയ്യാറെടുപ്പായപ്പോഴേക്കും ഇദ്ദേഹത്തിനെ പ്രശംസിക്കാൻ വന്നു സിദ്ധന്മാരും ഗന്ധർവന്മാരൊക്കെ. അവരങ്ങോട്ട് ബ്രഹ്മാ ജഗദ്ഗുരുർദേവൈ സഹാസിത്യ സുരേശ്വരാം വൈന്യസ്യ ദക്ഷിണേ ഹസ്തേ ദൃഷ്ട്വാ ചിഹ്നം ഗദാഭൃതാം പാദയോരരവിന്ദം ച. അദ്ദേഹത്തിൻ്റെ ആ മഹിമകളൊക്കെ അവരിങ്ങനെ വർണ്ണിച്ചപ്പോൾ ഈ മഹാത്മാവ് അവരോട് പറയാണ്, ഭോ സുതഹേ മാഗത സൗമ്യവന്ധിം ലോകേധുനാ സ്പഷ്ട ഗുണസ്യ മേ സ്യാൽ കിമാശ്രമോ മേ തവ യേഷയോജ്യതം മാമയ്യ ഭൂവൻ വിദദാഗിരോവാ. നോക്കൂ, നിങ്ങളെ ഒരാളെ സ്തുതിക്കുമ്പോൾ സ്തുതികളൊക്കെ അനവധിയുണ്ട്. കുറേ കാര്യങ്ങൾ പറഞ്ഞ് സ്തുതിക്കുമ്പോൾ പറയാണ്, നിങ്ങൾ ഇങ്ങനെയൊന്നും സ്തുതിക്കരുത്. എന്താ കാരണം എന്ന് വെച്ചാൽ എൻ്റെ കഴിവുകൾ എന്തൊക്കെയാണ്, എൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, എൻ്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്, എൻ്റെ ഭരണം എങ്ങനെയൊക്കെയാണ് എന്ന് നിങ്ങൾ കാണാതെ
എൻ്റെ ഗുണങ്ങളില്ലാത്തതൊക്കെ നിങ്ങളിങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പാടി സ്തുതിച്ചാൽ ഇതൊന്നും എന്നിൽ നിന്ന് വന്നിട്ടില്ലെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിഭേദം വരും. ഇല്ലാത്ത ഗുണങ്ങളും ഇല്ലാത്ത കഴിവുകളൊന്നും വിളിച്ചു പറയരുത്. ഇന്ന് അങ്ങനെയാണല്ലോ നമ്മൾ കാണുന്നത്. തോന്നിവാസങ്ങളൊക്കെ ചെയ്തിട്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പറയും ആൾ കർമ്മയോഗിയായിരുന്നു എന്ന്. കർമ്മത്തെക്കുറിച്ചും അറിയില്ല, യോഗത്തെക്കുറിച്ചും. കർമ്മയോഗി എന്നൊക്കെ ഗീതയിലുള്ള വാക്കുകളുടെ അർത്ഥം അതിലും അപ്പുറത്താണ്. പക്ഷേ പറയുക അയാൾ വളരെ ഒരു കർമ്മയോഗിയായിരുന്നു. അത് ചത്തു കഴിഞ്ഞാലേ പറയില്ല, അതിന് മുമ്പ് പറയില്ല. ഇങ്ങനെ ജനങ്ങൾക്ക് ബുദ്ധിഭേദമുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ സ്തുതിക്കരുത്. അപ്പോൾ ഒരാളുടെയും ഗുണങ്ങൾ നമ്മൾ ആദ്യം ഉയർത്തി പറയരുത്. ഒരാളെയും നമ്മൾ കയറി സ്തുതിച്ച് വഷളാക്കേണ്ടതില്ല. അത് മനസ്സിനെ നമുക്ക് കുറേയൊക്കെ ഈ മനസ്സിൻ്റെ സ്വഭാവങ്ങൾ നമുക്ക് തന്നെ നമ്മൾ കൊണ്ടു നടക്കാത്തത് കൊണ്ടാണ്. ഏതായാലും അദ്ദേഹം പറഞ്ഞു, എന്നെ നിങ്ങളിങ്ങനെ സ്തുതിക്കരുത്, കാര്യങ്ങളൊക്കെ മനസ്സിലാവും. കാരണം മഹൽ ഗുണാനാത്മനികർത്തുമീശ കസ്താവകേ സ്ഥാവയതേ സദോബി തേസ്യ ഭവിഷ്യന്നിധി വിപ്രലബ്ധോ ജനാവഹാസം കുപതിർന്നവേതാം. ഇപ്പോൾ ഇല്ലാത്ത ഗുണങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് പിന്നീട് ആ ഗുണങ്ങളൊന്നും എനിക്കില്ലെങ്കിൽ ജനാവഹാസം കുമതിർന്നവേദ, ജനങ്ങൾക്ക് എന്നോടൊരു എന്താണ് അപഹാസ്യം തോന്നില്ലേ, ജനങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കില്ലേ? ഇല്ലാത്തൊന്നും നിങ്ങൾ പറയരുത്. നമ്മൾ പ്രാവർത്തികമാക്കാത്തത് പറയരുത്. അത് നമ്മൾ ഈ ഇത് വളരെ ശ്രദ്ധിക്കണം ഈ പറയുന്നത്. എനിക്കൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ളത്, ഞാൻ ഒരിക്കൽ ചിന്മയ മിഷനിലിരിക്കുന്ന സമയത്ത് ഒരു കാര്യമായിട്ട് ഞങ്ങളുടെ സീനിയർ സ്വാമിജിയുടെ അടുത്ത് പോയി. സ്വാമിജി ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നു. അപ്പം അന്ന് എനിക്കൊരു ജീവിതത്തിലെ വലിയൊരു മാറ്റം വന്നൊരു ദിവസമായിരുന്നു. സ്വാമിജി എന്നോട് ചോദിച്ചു, ക്യാൻ യു ഡു ദാറ്റ് വർക്ക് എന്ന് വെച്ചു. ഹൂ വിൽ ഡു എന്ന് വെച്ചു. ആദ്യം ഹൂ വിൽ ഡു ദാറ്റ് വർക്ക്? ഞാൻ പറഞ്ഞു ദാറ്റ് ഐ ഡോണ്ട് നോ. ക്യാൻ യു ഡു ദാറ്റ് വർക്ക്? ദാറ്റ് ആൾസോ ഐ ഡോണ്ട് നോ. ഉടനെ സ്വാമിജി പറഞ്ഞ വാക്കുകൾ, അവനവന് ചെയ്യാൻ പറ്റാത്തത് ഇരുന്ന് ചിന്തിച്ച സമയം കളയരുത്. ഇഫ് യു ക്യാൻ ഡു ഇറ്റ്.